നമസ്കാരം. ഓണം ആഘോഷിക്കണോ വേണ്ടയോ? ആകെ നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷേ കേരളത്തിൽ അന്തസ്സും ആഭിയാത്യവും തറവാടിത്തുള്ള മനുഷ്യന്മാരായിട്ട് പിറന്ന് മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നവർക്ക്, ബാക്കിയെല്ലാം മൃഗങ്ങളാണല്ലോ, തെരുവുതണ്ടികൾ. പ്രമുഖർ, മന്ത്രിമാർ, അവരുടെ കൂടാരമായിട്ടുള്ള തിരുവനന്തപുരത്ത് അവർ വലിയ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവിടെ ഇന്നലെ അവരൊരുമിച്ചു. നമുക്കൊന്നും അവിടെ കയറാനുള്ള അവകാശമില്ല കേട്ടോ. എന്തിനേറെ, ഓണത്തിന് തൃശ്ശൂർ പാറമേക്കാവുകാർ ഓണസദ്യ നടത്തും. അതിലവർ ഹിന്ദു സന്യാസിമാരെ വിളിക്കില്ല. പക്ഷെ അവർ പോകും. ഒരിക്കൽ അവിടെ ഒരു ഹിന്ദു സന്യാസി പോയി. അകത്തിരുന്ന് ക്രിസ്ത്യാനികളും അവിടുത്തെ മുസ്ലിങ്ങളെ വിളിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അങ്ങനെ ഓണസദ്യ കഴിക്കാറില്ല കേട്ടോ. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. ക്രിസ്ത്യാനികൾ അച്ഛന്മാരെല്ലാവരും വരും. സന്യാസിമാർ, ഒരിക്കലൊരു സന്യാസി അതിൻ്റെ പുറത്ത് ഇലയ്ക്കും കൊണ്ടുവരുന്ന സ്ഥലമുണ്ടല്ലോ, കുപ്പ, അവിടെ വന്ന് നിന്നു. അതിൽ വല്ലുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്ന്, സ്വാമി ഇങ്ങോട്ട് വരൂ, സ്വാമി ഇങ്ങോട്ട് വരൂ. പെണ്ണല്ല, ആണാ. തേറമ്പിൽ രാമകൃഷ്ണൻ ഒരു നോട്ടേ നോക്കിയുള്ളൂ. ആ സ്വാമി അവിടെ അയാൾ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണൻകുട്ടിയായിട്ട് പറയും, കെ മേനൻ, പാറമേക്കാവിലെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സ്വാമി ഞാനാ പറയുന്നത്, ഒരു അകത്തേക്ക്. ഞാൻ പറഞ്ഞു, കൃഷ്ണൻകുട്ടിയേട്ടൻ എപ്പോൾ വിളിക്കുന്നത്, ആ വിളി ഞാൻ മാറ്റും കേട്ടോ, എൻ്റെ സ്വഭാവത. അങ്ങനെ അകത്തേക്ക് പോയി. പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോൾ സന്യാസിമാർ കുപ്പയുടെ അവിടെയാണ് സ്ഥാനം. പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സ്വർഗസ്ഥരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി, മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, ഗവർണർ, MLA മാർ, പ്രധാനപ്പെട്ട ആളുകൾ, സമൂഹത്തിൽ സ്വർഗസ്ഥരായിട്ടുള്ള മത ആചാര്യന്മാർ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ പെടില്ല കേട്ടോ, ഹിന്ദു സന്യാസിമാർ ചെറ്റകൾ പെടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിൽ, ജിഹാദി കേരളത്തിൽ നിന്ന് അവരെ അടുപ്പിക്കില്ലല്ലോ. ഓണനിറവിൽ ഒരുമിച്ച് കേരളം. മുഖ്യമന്ത്രി സതീശൻ, അയാളുടെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ ഓണാഘോഷം, സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷം. ആരുടെ പൈസയാ? ഞാൻ പറയുന്നില്ല ആരുടെ പൈസയാണെന്ന്. ആരായാലും അവർ നല്ല സത്യം. നമ്മൾ പ്രജകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷം പ്രമുഖരായിട്ടുള്ള, അതാണ് പറഞ്ഞ അന്തസ്സും ആഭിയാത്യവും തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവർ സ്വയം വിലയിരുത്തുന്നത്. നമ്മളൊക്കെ അതിൽ പെടുന്നതല്ലല്ലോ. നമ്മളൊക്കെ തെരുവുപട്ടികളോ തെരുവുതണ്ടികളല്ലേ. നിയമസഭാ സമുച്ചയത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ ഹാളിനകത്ത് നടന്ന ഓണസംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഉള്ളവർ പങ്കെടുത്തു. ആരൊക്കെയെന്ന് പേര് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങ് പോയേക്കാം കേട്ടോ. ബാക്കി നിങ്ങൾ വിലയിരുത്തിക്കോ. ആരൊക്കെ അവിടെ പങ്കെടുത്തത്? PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, T സിദ്ദിഖ്, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, പിന്നെ കണ്ടിട്ടുള്ള മഹോന്നതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാമോ? രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, പിന്നെ നമ്മുടെ പാണക്കാടൻ, പിന്നെ മറിയാമ്മ ഉമ്മൻചാണ്ടി. അതാരാ ഈ മറിയാമ്മ ഉമ്മൻചാണ്ടി? ഇവിടെ അവരെ ഈ കാറ്റഗറിയിൽ അവരെങ്ങനെയാണ് പെടുന്നത് ഏതാണെന്ന് എനിക്കറിയില്ല. ഒരു മറിയാമ്മ ഉമ്മൻചാണ്ടി, പിന്നെ ബിഷപ്പ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ, ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനോസ്, ബിഷപ്പ് ഡോക്ടർ D സെൽവൻ രാജ്, ഡോക്ടർ തിയോഡോഷ്യസ് മാർ തോമ, പാളയം ഇമാം VV സുഹൈബ് മൗലവി. ആ കൂട്ടത്തിൽ ഒരു മഞ്ഞവസ്ത്രാരി, ചുക്കില്ലാത്ത കഷായം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് അരച്ച് ചേർക്കണമല്ലോ. അതിനവിടെ സ്ഥിരമായിട്ടൊരാളുണ്ട് അവിടെ. ആചാര്യരത്നം, ഒരു തപസ്വി.
അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു മഞ്ഞത്തുണി ആയല്ലോ, ഒരു കാവിത്തുണി ആയല്ലോ. 99% ആൾക്കാരും ഓണം ആഘോഷിക്കാൻ വന്ന ആൾക്കാർ മുഴുവൻ ഞമ്മൻ്റെ ആൾക്കാർ. ഈ ഞമ്മൻ്റെ ആൾക്കാർ പുറത്തു നിന്ന് എന്താ പറയുക, ഓണം ആഘോഷിക്കരുത്. അപ്പോൾ ഈ ഓണം ഇതൊരു സദ്യ മാത്രമല്ലേ ആയിരുന്നത്, ന്യായീകരണം അങ്ങനെ പോകും. ഉടനെ ന്യായീകരണം വരും. ഹിന്ദു വീടുകളിൽ പോയിട്ട് ആഹാരം കഴിക്കരുത്, ഹിന്ദു വീട്ടുകാർ കൊണ്ടുവരുന്ന ആഹാരം അത് കഴിക്കരുത്. കാരണം അവരെല്ലാവരും ഋഗ്വേദ മന്ത്ര ലക്ഷാർച്ചന നടത്തിയിട്ട് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾക്ക് എന്ത് മന്ത്രം? അവരായിട്ട് ജീവിച്ചു പോകുന്നതല്ലാതെ അവർ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം മതം വെട്ടി പുഴുങ്ങിയിട്ട് ജീവിക്കുന്നവരല്ല. നല്ലവരാ ഹിന്ദുക്കൾ. എല്ലാ ഹിന്ദുക്കളും നല്ലവരാ. പക്ഷെ നിങ്ങൾ കുറേ ഹിന്ദുക്കളെ ആവശ്യമുള്ളത് പിടിച്ചു വലിച്ച് ഹിന്ദുത്വവാദികളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ കുഴപ്പം? കാര്യം പറയുന്ന ഹിന്ദുക്കളെ ഹിന്ദുത്വവാദികളെന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. കാര്യം പറയുന്ന ഹിന്ദുക്കളെ ഹിന്ദുത്വവാദികളെന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഹിന്ദുവായിരുന്നു, ഇപ്പം എന്നെ നിങ്ങളെല്ലാവരും ഹിന്ദുത്വവാദി എന്ന് പറയുന്നു. എല്ലാവരും കൂടി പറഞ്ഞു ഇയാൾ ഹിന്ദുക്കളുടെ മറ്റേ RSSൻ്റെ ചാരനാണെന്ന് കുറേ വാടാ. ഞാൻ ചാരൻ തന്നെയാടാ, ഞാൻ ചാരനല്ലടാ, ഞാൻ RSSകാരൻ തന്നെയാടാ. 1973 തിരുമല തിരുപ്പതി ദേവസ്വം ഓഡിറ്റോറിയത്തിൽ എറണാകുളത്ത് അപ്പുറത്ത് നമ്മളുടെ ഫാക്ട് മണി 3 ഗോൾ അടിച്ച് റെയിൽവേസിനെ തോൽപ്പിക്കുന്നു. കേരളത്തിന് സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് അതിൻ്റെ കിരീടം ഏറ്റുവാങ്ങുന്നു. ആ ഫ്ലഡ് ലൈറ്റിലാണല്ലോ മത്സരം. മറ്റേ പകലത് ഫ്ലഡ് ലൈറ്റിലാണ്, രാത്രിയാണ് മത്സരം നടക്കുന്നത്. ആ സമയത്ത് ഞാനവിടെ RSSൻ്റെ OTCയിൽ പങ്കെടുക്കുകയാണ്, കോളേജ് ITCയിൽ പങ്കെടുക്കുകയാണ് അവിടെ. അതൊക്കെ മറന്ന കഥകളാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്താ RSSകാരനായപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള ചോദ്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വീട് കെടുക്കുന്നവരിലെ സഹായിക്കാൻ പറ്റുള്ളൂ. ഒരു കാലഘട്ടത്തിൽ എൻ്റെ മനസ്സും തനസ്സും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ പ്രകീർത്തിച്ചത് RSSകാരുടെ ദ്രോഹം ഏറ്റുവാങ്ങുന്ന ആ പാവങ്ങളെ കണ്ടിട്ടാണ്. ഇന്നിപ്പോൾ അവർ കൊലകൊമ്പന്മാരായിട്ട് മാറിയില്ലേ, RSSന് മേലെ വന്നില്ലേ. RSS എന്ന് കേൾക്കുമ്പോൾ ഇതിൽ കൂടെ ചെറിയ കൂടെ തേനും പാലും ഒഴുകിയല്ലേ അവർ. അപ്പോൾ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കിഴവനാണ് വിളിക്കുന്നത്. അവർ തന്തയും വാപ്പയും കിഴവനാണോ വിളിക്കണമെന്ന് അറിയില്ല. അവരുടെ ഉമ്മേടി തള്ളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആയിരിക്കും, അതാണ് ഇവർ മറ്റുള്ളവരെ വിളിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീട് കെടുക്കുന്നത് ആരാണ്? ഇപ്പം കേരളത്തിൽ വീട് കെടുക്കുന്നത് ഹിന്ദുക്കളാണ് വീട് കെടുക്കുന്നത്. എല്ലാ ചവിട്ടും കുത്തു നോക്കുക. ഓണാഘോഷത്തിന് അവിടെ വിളിച്ചു കയറ്റിയിട്ടുള്ള ആളുകളിൽ 90% ആരാണ്? മറിയാമ്മ ഉമ്മൻ. ആരാണ് ഈ മറിയാമ്മ ഉമ്മൻചാണ്ടി? നമുക്കെല്ലാവർക്കും അറിയാം, പ്രീണനമാണത്. ഓണസദ്യയുടെ പേരിൽ അവിടെ വിളിച്ചു ചേർന്ന് പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും ചെയ്യുന്നു. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് അത്ഭുതപ്പെടാനില്ല. പാറമേക്കാവുകാർ എൻ്റെ ഗ്രന്ഥം അവർ വിറ്റ് പൈസ ഉണ്ടാക്കി 3 വർഷത്തോളം ഞാൻ അധ്വാനിച്ച് നാട്ടുകാരെ പൈസ വാങ്ങിച്ചിട്ട് പുസ്തകമെല്ലാം എഴുതി അവർ പ്രസിദ്ധീകരിച്ചു. എനിക്ക് തന്നെ എത്രയെന്നറിയോ? 23,000 രൂപ. ഇത്രയും കാലം പറഞ്ഞിട്ടില്ല, വർഷം കുറേ 10-15 വർഷമായിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഞാനത് പറയുന്നത്, പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞു മാത്രം. പക്ഷെ അതേ സമയത്ത് ഒരിക്കൽ അവിടെ ഏതോ ഒരു പള്ളിയിലെ അച്ഛന് 1,00,000 രൂപയുടെ ഒരു ഫലകവും പൂമാലയും കിട്ടി ചാർത്തി അവിടെ കൊടുത്തു എന്നർത്ഥം. എനിക്കും കിട്ടിയിട്ടോ പൂമാല. എന്താണെന്നറിയാമോ? അവിടെ പറയാൻ പറ്റില്ല. വേണ്ടത്ര അതിപ്പോഴും കിട്ടുന്നുണ്ട്, ചാക്ക് കണക്കിന് കിട്ടുന്നുണ്ട്, പൂമാലകൾ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം. ഇപ്പോൾ ഇവിടെ ഓണാഘോഷത്തിൻ്റെ പേരിൽ സർക്കാർ നടത്തുന്ന ഓണാഘോഷത്തിൽ തിന്നാൻ വിളിച്ചത് ആരെയൊക്കെയെന്ന് മനസ്സിലായില്ലേ? ഞാനിങ്ങനെ പറഞ്ഞതെന്ന് മാത്രം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദുക്കൾ കേൾക്കട്ടെ എന്നിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹിന്ദുക്കൾ കേൾക്കും, ഇവിടം കൊണ്ട് കേൾക്കും. പിന്നെന്താ സംഭവിക്കുക? നിങ്ങൾ പറ. ഇവിടം കൊണ്ട് കേൾക്കും, പിന്നെന്താ സംഭവിക്കുക? നിങ്ങൾ പറ. നമസ്കാരം.